ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മട്ടൻ കൊണ്ടുള്ളൊരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, സ്പൈസി മട്ടൻ മസാല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ മട്ടൻ മസാലയ്ക്ക് വേണ്ട മട്ടൻ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഈ മട്ടൻ കുറച്ച് വിനീഗറും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് മാത്രം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് 4 വിസിൽ കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ മട്ടൻ നല്ലോണം വേകട്ടെ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കറിക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു കടായി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഗരം മസാലകൾ ഇട്ട് കൊടുക്കാം. അതിനായി ഒരു കഷ്ണം പട്ട, 5-6 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ബേ ലീഫ് അഥവാ വഴണയില, 1 സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് 1/2 സ്പൂൺ പോപ്പി സീഡ്സ് അഥവാ കസ്കസ് കൂടി ചേർത്തിരുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ആദ്യം തന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയെല്ലാം ഓരോരുത്തരുടെ പ്രിഫറൻസിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മൾ മട്ടൻ വേവിക്കാൻ ഇട്ടപ്പോഴും മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഈ മസാലപ്പൊടികളെല്ലാം ഒന്ന് ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. മട്ടൻ കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ മസാല നല്ലോണം ഡാർക്ക് ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും ടേസ്റ്റും മണവും കിട്ടും. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലോണം ഡാർക്ക് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ കടായിലേക്ക് തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് തരം ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് പകരമായി നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക്. ഏകദേശം ഒരു 30 ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വഴറ്റിയെടുത്താൽ മതിയാകും. അപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലോണം കളറൊക്കെ മാറി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു വലിയ തക്കാളി, നല്ല പഴുത്തൊരു തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഇത് ഇത്ര മാത്രം എടുത്ത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗരം മസാലയുടെ ഒപ്പം ചേർത്ത് നല്ലൊരു ഫൈനായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ആ പേസ്റ്റ് നമുക്ക് സവാളയും തക്കാളിയുടെയും കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുന്നതാണ്. അധികമൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് അരച്ചാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വലിയൊരു ഉരുളക്കിഴങ്ങ് ക്യൂബ്സായി കട്ട് ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഈ പാർട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് കുറച്ച് നേരം ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മസാലയൊക്കെ ലോ ഫ്ലെയിമിൽ കിടന്ന് നല്ല ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മട്ടൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഗ്രേവി കുറച്ചെടുത്ത് മാറ്റി വെക്കാം. ആ ഗ്രേവി പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ഗ്രേവി ആയിരിക്കും. നിങ്ങൾക്ക് ഈ മട്ടൺ മസാല ഗ്രേവിയോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം ഒന്ന് കുറുകി മട്ടണിൽ മസാലയൊക്കെ നല്ലോണം ഒന്ന് കോട്ടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ മട്ടൺ മസാല റെഡി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കൂ, എന്നിട്ട് ഫീഡ്ബാക്കും സജഷൻസും അറിയിക്കൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.